അനിമൽ ഫാക്ട്സ് എന്ന പരമ്പരയിൽ ഇന്ന് പറയാൻ പോകുന്നത് സൗന്ദര്യത്തിൻ്റെ നിറകുടമായ ചിത്രശലഭങ്ങളെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ സ്വപ്നത്തിലും സങ്കല്പത്തിലും ചിത്രശലഭം ആഹ്ലാദത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രസരിപ്പിൻ്റെയും ചിഹ്നമാണ്. ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളിലൊന്നായി ചിത്രശലഭത്തിൻ്റെ ജീവിതചക്രം കൗതുകമുണർത്തുന്നതാണ്. ഒരു ശലഭവും ശലഭമായി ജനിക്കുന്നില്ല. തികച്ചും വ്യത്യസ്തമായ 4 ദശകങ്ങളാണ് പൂമ്പാറ്റയുടെ ജീവിതത്തിനുള്ളത്. മുട്ട വിരിഞ്ഞ ശലഭപ്പുഴു പുറത്തു വരുന്നു. തീറ്റ മാത്രമാണ് ഇക്കാലത്ത് ഇവയുടെ ജോലി. ഇക്കാലത്ത് 5 തവണയോളം ഇവ പുറംതൊലി പൊഴിച്ചു കളയുന്നു. ഒടുവിൽ പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ പുഴു ജീവിതത്തിൻ്റെ അടുത്ത ദശയിലേക്ക് നീളുന്നു. ജീവലോകത്തെ ഏറ്റവും കൗതുകകരമായ അവസ്ഥയിലൊന്ന് പ്യൂപ്പ. ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന ആ സമാധിയിൽ നിന്ന് പുറത്തു വരുന്നത് പഴയ തീറ്റപ്രിയനായ പുഴുവല്ല, സൗന്ദര്യത്തിന് ചിറകുമുളച്ചതുപോലുള്ള ഒരു ശലഭമായിരിക്കും. പ്യൂപ്പ കൂട്ടിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ഒരൊറ്റ മണിക്കൂറേ വേണ്ടൂ. ലോകത്തിന് സൗന്ദര്യം പകർന്നുകൊണ്ട് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് അവ പാറി പറക്കുകയായി. ആയുസ്സിൻ്റെ കാര്യത്തിൽ ചിത്രശലഭങ്ങൾ അത്ര ഭാഗ്യവാന്മാരല്ല. ഏതാനും ആഴ്ചകൾ മാത്രമാണ് മിക്ക ശലഭങ്ങളും ജീവിച്ചിരിക്കുന്നത്. ശലഭ കുടുംബത്തിലെ ദീർഘായുസ്സുള്ളവ പോലും 1 വർഷം തികച്ച് ജീവിച്ചിരിക്കാറില്ല. മറ്റു ജീവികളെപ്പോലെ തന്നെ വമ്പന്മാരും കുഞ്ഞന്മാരും ശലഭങ്ങളുടെ കുടുംബത്തിലുമുണ്ട്. മാരകമായ കീടനാശിനികളുടെ പ്രയോഗം മൂലം പല ഇനം ചിത്രശലഭങ്ങളും വംശനാശത്തിന്റെ വഴിയിലൂടെയുള്ള യാത്രയിലാണ്. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.